ഹായ് എവരി വൺ, എല്ലാവർക്കും വൈറ്റ് പീനട്ട് കുക്കിംഗ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളിവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത് നിങ്ങൾക്കെല്ലാം അറിയാവുന്ന ഒരു ഈസി സ്നാക്സ് റെസിപ്പിയായ അവൽ വിളയിച്ചതാണ്. എങ്ങനെ എളുപ്പത്തിൽ വളരെ ടേസ്റ്റിയായി അവൽ വിളയിച്ചെടുക്കാമെന്ന് നമുക്ക് നോക്കാം. ഇതിനായി ഒരു പാൻ ചൂടാക്കി അതിൽ 6-7 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുക. നെയ്യ് ചൂടായി വരുമ്പോൾ അതിലേക്ക് 1/4 കപ്പ് അണ്ടിപ്പരിപ്പ് ചേർത്ത് അതൊരു ലൈറ്റ് ബ്രൗൺ നിറമാകുന്ന വരെ ഇളക്കി കൊടുക്കുക. പിന്നെ അതിലേക്ക് 1/4 കപ്പ് ഉണക്കമുന്തിരി കൂടി ചേർത്ത് ഒന്ന് ഫ്രൈ ആക്കി എടുത്ത് കോരി മാറ്റുക. അടുത്തതായി മറ്റൊരു പാനിൽ കുറച്ച് വെള്ളം ഒഴിച്ച് ചൂടാക്കുക. വെള്ളം ഒന്ന് തിളച്ചു കഴിഞ്ഞാൽ ശർക്കര ചേർത്ത് അതൊന്ന് മെൽറ്റ് ആകുന്ന വരെ ഇളക്കി കൊടുക്കാം. അതോടൊപ്പം തന്നെ അടുപ്പ് മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ശർക്കരയൊന്ന് കുഴമ്പ് രൂപത്തിൽ കിട്ടുന്നവരെ നന്നായിട്ട് ഇളക്കി ചെറുതായി ഒന്ന് വെള്ളം വറ്റിച്ചെടുക്കുക. ഏകദേശം ശർക്കരപ്പാനി ഒന്ന് റെഡിയായി കഴിഞ്ഞാൽ അത് ചൂടാറാൻ വെച്ച ശേഷം ഒരു അരിപ്പ കൊണ്ട് അരിച്ചെടുക്കുക. പിന്നീട് അത് മറ്റൊരു പാനിലേക്ക് മാറ്റി വീണ്ടും ചൂടാക്കുക. ശർക്കരപ്പാനി ഒന്ന് ചൂടായി വന്നാൽ പിന്നീട് അതിലേക്ക് ചതച്ചു വെച്ചിരിക്കുന്ന ഏലക്ക ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. പിന്നെ അതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇത് തേങ്ങ ചേർക്കുന്നതിന് മുമ്പ് തന്നെ അടുപ്പ് ലോ ഫ്ലെയിമിലേക്ക് മാറ്റാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതിനായി 1/2 കപ്പ് തേങ്ങയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. പിന്നെ അടുപ്പ് ഓഫ് ചെയ്ത ശേഷം അവൽ കൂടി ചേർത്ത് കൊടുക്കാം. അവൽ പൂർണ്ണമായിട്ടും ശർക്കരയുടെ കളർ ആവുന്ന വരെ വേണം ഇളക്കാൻ. അവസാനമായി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് കൂടി ചേർത്ത് കൊടുക്കുക. നെയ്യ് ചേർക്കുന്നത് വഴി ഇതിന് നല്ലൊരു ഫ്ലേവർ കിട്ടാൻ സഹായിക്കും. അവലൊന്ന് തണുത്ത് കഴിഞ്ഞാൽ വറുത്തു വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പും ഉണക്കമുന്തിരി കൂടി ചേർത്ത് ഇളക്കി യോജിപ്പിക്കുക. അങ്ങനെ രുചികരമായ അവൽ വിളയിച്ചത് തയ്യാറായി കഴിഞ്ഞു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ചെയ്യുക. See you with another video. Thanks for watching.